നാളെ എപ്പോഴെങ്കിലും അമരാവതിന്ന് ഇറക്കി വിട്ടാലേ നിങ്ങളുടെ അവസ്ഥ ഇതൊക്കെ തന്നെ ആയിരിക്കും. ഞങ്ങൾക്കതൊരിക്കലും വേണ്ടി വരില്ല. അന്തസ്സുള്ള കുടുംബത്തിൽ നിന്ന് തന്നെയാ ഞങ്ങളൊക്കെ അമരാവതിയിലെത്തിയത്. പക്ഷേ രാജയോഗം ലഭിച്ചത് നിനക്കാ ജ്യോതി. DKയുടെ ഭാര്യാപദം, ഞങ്ങളുടെ അമ്മായിയമ്മ. അമരാവതിയിലെ പട്ടുമെത്തയിൽ സുഖശയനം, ചുറ്റിനും പരിചാരകർ. ആവശ്യപ്പെടുന്നതെന്തും നിനക്കവിടെ കിട്ടും. ഇതിൽ പരം ഒരു ഭാഗ്യമുണ്ടോ? നിങ്ങൾ പറഞ്ഞൊക്കെ ശരി തന്നെ. എന്റെ മോൾക്ക് ഇതൊരു മഹാഭാഗ്യം തന്നെ. പക്ഷേ ചെറുക്കനെ അന്വേഷിച്ച് ഞങ്ങൾ അമരാവതിയിലേക്ക് വന്നതല്ല. DK തന്നെ എന്റെ മോളെ സ്വയം കണ്ടെത്തിയതാ. അതോർമ്മ വേണം. ഞങ്ങളതിന് തെറ്റായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. അമരാവതിയിലും മകൾ അനുഭവിക്കാൻ പോകുന്ന സൗഭാഗ്യങ്ങളെപ്പറ്റി പറഞ്ഞേ ഉള്ളൂ. പിന്നെ എല്ലാവരും ഞങ്ങൾ കൊണ്ടുവന്ന ഡ്രസ് തന്നെ ഇട്ടോണ്ട് വരണം. വില കുറഞ്ഞതാണെങ്കിലും നല്ല വസ്ത്രങ്ങളെ നിങ്ങൾക്ക് കാണുന്ന ഞങ്ങൾക്കറിയാം. പക്ഷേ അത് തന്നെ ഇട്ടോണ്ട് വന്നില്ലെങ്കിൽ DK ഞങ്ങളെ വഴക്കു പറയും. അതുകൊണ്ടാ പ്ലീസ്. നിങ്ങൾ വില കുറഞ്ഞ വസ്ത്രം തിരിച്ചു വന്നാ അതിന്റെ നാണക്കേട് DKക്ക്. എന്നാ പിന്നെ നമുക്ക് ഇറങ്ങാം. ഇറങ്ങട്ടെ. അയ്യോ, അങ്ങനെ അങ്ങ് പോയാലോ? മരുമോളൊന്ന് വന്നേ, ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. എന്ത് കാര്യം? നീ കൈവിട്. നീ ഇങ്ങോട്ട് വാ മരുമോളെ. അമ്മായിയമ്മ നിനക്കൊരു സമ്മാനം തരാം. എന്തിനാ മായച്ച ഇവിടെ വണ്ടി നിർത്തിച്ചത്? എന്താ ആലോചിക്കുന്നത്? എന്തായാലും കാര്യം പറ. അവളെ സൂക്ഷിക്കണം. നമ്മൾ വിചാരിച്ചതിനേക്കാൾ അപകടകാരിയാണ് അവൾ. അല്ല, അവള് മായച്ചി എന്തിനകത്തേക്ക് വിളിച്ചോണ്ട് പോയത്? മായച്ചയോട് അവളെന്താ പറഞ്ഞത്? നീയൊക്കെ എന്താടി വിചാരിച്ചേ? ആ ഹിറ്റ്ലറെ കേട്ടാൻ ഞാൻ കാലിന് മരുന്നും തേച്ച് പിന്നാലെ നടക്കുകയാണെന്നോ? അയാളുടെ ഒരു കല്യാണ സാരിയും ആഭരണവും. ആർക്ക് വേണം അയാളുടെ പത്രാസ്? ആ ഹിറ്റ്ലറിന്റെ കൊട്ടാരത്തിൽ അയാളുടെ ഭാര്യ ആവുന്നതിനേക്കാൾ വല്ല ട്രെയിനിന് തലവെച്ച് ചാവുന്നതായിരിക്കും നല്ലത്. ഇതൊന്നും പറഞ്ഞ് എന്നെ വിശ്വസിപ്പിക്കാൻ നിനക്ക് പറ്റില്ല. നീ വിശ്വസിക്കണ്ട. അല്ലെങ്കിൽ തന്നെ നീ വിശ്വസിക്കണമെന്ന് ആർക്കാ ഇത്ര നിർബന്ധം? എനിക്കൊരു കാര്യം അറിയോ? ഞാനല്ല, അയാളാണ് എന്റെ പിന്നാലെ വന്നത്. അമരാവതി അടക്കം അയാളുടെ സകല സ്വത്തുക്കളും എന്റെ പേരിൽ എഴുതി തരാന്ന് വരെ ആ ഹിറ്റ്ലർ പറഞ്ഞതാ. ഓരോരുത്തരും അവരവരുടെ കർമ്മഫലം അനുഭവിക്കേണ്ടി വരും. കർമ്മ സിദ്ധാന്തം സർവർക്കും സാധകമാണ്. ഈ വിവാഹവും ആ നിയോഗത്താൽ തീരുമാനിക്കപ്പെട്ടതാണ്. തിരുമേനി പറഞ്ഞത് ശരിക്കും അങ്ങ് മനസ്സിലാവുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് ഈ രണ്ട് ജാതകങ്ങൾ തമ്മിൽ നല്ല ചേർച്ചയുണ്ടെന്നാ. മയിലിട്ടിരിക്കണ്ണ, നീ എന്റെ മോനെ രക്ഷിച്ചു. പക്ഷേ ഒരു തടസ്സമുണ്ട്. എന്താ? ചില ഗ്രഹങ്ങളിൽ മറഞ്ഞിരിക്കുന്ന ഒരു ശത്രുതാഭാവം പ്രശ്നവശാൽ കാണുന്നുണ്ട്. തൽക്കാലം അനുകൂല ഭാവത്തിൽ നിൽക്കുമെങ്കിലും ഭാവിയിൽ ആ ഗ്രഹങ്ങൾ ചതിക്കും. അത് സ്വയമേവ സംഭവിക്കുന്നതല്ല. പിന്നെ മറ്റു ചില ദുഷ്ടശക്തികളുടെ പ്രേരണയാൽ സംഭവിക്കുന്ന ശത്രുതയാണ്. അപകടകാരികളായ ആ ദുഷ്ടശക്തികൾ വലിയ നാശം വിതയ്ക്കും. തടസ്സങ്ങൾ നേരിടും, പക്ഷേ വിവാഹം നടക്കും. അതൊരിക്കലും സംഭവിക്കില്ല. ഗ്രഹങ്ങളും നക്ഷത്രങ്ങളുമെല്ലാം ഇനിയും ചതിക്കും. ഒടുവിൽ ഈ വിവാഹം നടക്കില്ലെന്ന് അമ്മയാ. മമ്മി വെറുതെ ചേച്ചിയെ സംശയിക്കണ്ട. നിങ്ങൾ ആരും അത് എടുത്തിട്ടുണ്ടാവില്ല. ഞാൻ ഒന്നുകൂടി പോയി നോക്കട്ടെ. മോളെ കിട്ടിയോ? ഇല്ലച്ചാ,
കിച്ചണിലെങ്ങും ഇല്ല. ഇനി മുറിയിൽ ഒന്നുകൂടെ നോക്കണം. ആ. ചിലപ്പോ കട്ടിലിനടിയിലെങ്ങാനും ഉണ്ടെങ്കിലോ. ചെന്നു. ആ ആ. ഓ. എന്നെ ഇരിക്കുന്നടുത്ത് മാറ്റിയത്. നിങ്ങൾ എന്താ ഒരുമാതിരി ഉദാസീനായിട്ട് നിൽക്കുന്നേ? ആ മോതിരം കണ്ടില്ലെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയോ നിങ്ങൾക്ക്? അവിടെ എവിടെയെങ്കിലും വീണ് കിടപ്പുണ്ടാവുന്നേ. ഒന്നുകൂടെ നോക്കിയാ കിട്ടും. നമ്മളെ കിട്ടിയോ? ഇല്ല അച്ഛാ, മോതിരം ആ മുറിയിൽ എങ്ങും ഇല്ല. അയ്യോ ചതിച്ചല്ലോ ഭഗവാനെ, ഇനിയിപ്പൊ എന്ത് നീ ചെയ്യും? ഇങ്ങനെ കിടന്ന് ബഹളം വയ്ക്കല്ലേ. മോളെ, മോതിരം കാണാനില്ലെന്നുള്ള വിവരം നമുക്ക് അവരോട് തുറന്നു പറഞ്ഞാ പോരെ? നിങ്ങൾ എന്തറിഞ്ഞിട്ടാ മനുഷ്യ ഈ പറയുന്നേ? അയാളുടെ ജീവനേക്കാൾ വലുതാണെന്ന് പറഞ്ഞ് ഇവളെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചതാ മോതിരം. അത് കാണാനില്ലെന്ന് പറഞ്ഞ പിന്നെ ഈ കല്യാണം തന്നെ നടക്കില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും മോളെ? എനിക്ക് അറിഞ്ഞൂടച്ചാ. DKക്ക് ഏറെ പ്രിയപ്പെട്ടതായിരുന്നു ആ മോതിരം. സൂക്ഷിക്കാൻ ഏൽപ്പിച്ചപ്പോ അയാൾ അത് എന്നോട് പ്രത്യേകം പറഞ്ഞതുവാ. ഇനിയിപ്പോ അത് കാണാനില്ലെന്ന് പറഞ്ഞാ അയാൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഓ ഈ കല്യാണം മുടങ്ങിയ എന്റെ എല്ലാ പദ്ധതികളും തകരും. ഉടനെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. മൈ ഡിയർ കണ്ണ, താങ്ക് യു വെരി മച്ച്. വീണ്ടും എന്റെ ദേവൻ ഒരു കല്യാണം കഴിക്കാൻ സമ്മതിക്കുമെന്ന് ഞാൻ കരുതിയില്ല. നാളെ അവന്റെ റിംഗ് എക്സ്ചേഞ്ചാ. എല്ലാം നിന്റെ മിടുക്ക. കണ്ണ, എനിക്കൊരു സീക്രട്ട് മാറ്റർ നിന്നോട് പറയാനുണ്ട്. അവന്റെ 7 കണ്ടീഷൻസ് അതൊരു പ്രോബ്ലം തന്നെയാ. മേ ബി ബിഗ് പ്രോബ്ലം. കല്യാണം കഴിഞ്ഞിട്ടും അവൻ അതിൽ തന്നെ ഉറച്ചു നിന്ന അവന്റെ ഫാമിലി ലൈഫ് ആകെ കുഴപ്പമാകും. അതിനൊരു പരിഹാരം കണ്ടേ പറ്റൂ. ആ 7 കണ്ടീഷൻസ് അവൻ മറക്കണം. അവരൊരുമിച്ച് സന്തോഷത്തോടു കൂടി ജീവിക്കണം. എന്റെ മോന്റെ മനസ്സിൽ ജ്യോതിയിലുള്ള ഇഷ്ടം ഉണ്ടാവണം. അവളെ സ്നേഹിക്കണം. അത് കണ്ടിട്ട് വേണം എനിക്ക് സന്തോഷത്തോടെ കണ്ണടയ്ക്കാൻ. മോളെ സുന്ദരിയായിരിക്കുന്നല്ലോ. എല്ലാരും സുഖമായിരിക്കുന്നല്ലോ. മോതിരം കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അല്ലേ? മോതിരം എവിടെ? ദേവ മൈസൻ, എന്തിനത്ര ധൃതി? ഇവരിപ്പോ അന്ന് കേറിയതല്ലേ ഉള്ളൂ. ഞാൻ ചോദിച്ചത് ആ മോതിരത്തെ കുറിച്ചാ. ജ്യോതിമോളെ, അമ്മയുടെ അനുഗ്രഹം വാങ്ങ്. ഇന്ന് കാല് പിടിക്കും, നാളെ കാല് വരാതിരുന്നാ മതി. ഇനി ചടങ്ങിലേക്ക് കിടക്കാം. ആ മോതിരം തരൂ. തീർന്നു ഇതോടെ അവളുടെ കാര്യം. മോതിരം തരാൻ എന്തെത്രയ്ക്ക് ആലോചിക്കുന്നത്? അവളുടെ മുഖത്ത് തുള്ളി രക്തമില്ല, കണ്ടില്ലേ വിളറി വെളുത്ത് നിൽക്കുന്നത്. സന്തോഷം ഉള്ളില് മതി, പുറത്ത് കാണിക്കരുത്. ഇതൊക്കെ കാണുമ്പോ എങ്ങനെ സന്തോഷിക്കാതിരിക്കും? ഇനി ഈ ടെൻഷൻ താങ്ങാൻ എനിക്ക് വയ്യ. സത്യം ഇപ്പൊ തന്നെ പറഞ്ഞേക്കാം. ഞാൻ ചോദിക്കുന്നത് കേൾക്കുന്നില്ലേ? എവിടെ മോതിരം? അത് ഒന്ന് നിർത്തുന്നുണ്ടോ? നിങ്ങളുടെ മോതിരം മോഷ്ടിക്കേണ്ട ഗതികേടൊന്നും ഞങ്ങൾക്കില്ല. ആ മോതിരം എവിടെയോ കളഞ്ഞുപോയി എന്നുള്ളത് നേരാ. എന്റെ മോളുടെ സൂക്ഷ്മത കുറവുകൊണ്ട് തന്നെ അങ്ങനെ പറ്റിയത്. പക്ഷെ ഇതും സ്വർണം തന്നെയാ. ഉത്തരവാദിത്വത്തോടെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച മോതിരം നഷ്ടപ്പെടുത്തിയത് മണ്ടത്തരം തന്നെ. അത് തെറ്റായിപ്പോയി. മോതിരം നഷ്ടപ്പെട്ട വിവരം ഇവിടെ ആദ്യം തന്നെ വിളിച്ചൊന്ന് പറയണമായിരുന്നു.
ആ തെറ്റിന് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. ഹലോ, വാചകം അടിച്ചത് മതി അമ്മാവ. മോഷണം കൈയോടെ പിടിക്കപ്പെട്ടു, എന്നിട്ടും പിന്നെ നിന്ന് ന്യായം പറയുന്നു. ഇനി ഒരു അക്ഷരം വേണ്ടി പോരുത്. ഈ അധിക്ഷേപം കേട്ടു നിൽക്കാൻ എനിക്ക് പറ്റില്ല. നിങ്ങൾ എന്തിനാ അതെന്നെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചത്? എന്നെ കൊണ്ട് അതിന് പറ്റില്ലെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ? എന്നിട്ടും നിങ്ങൾ അതെന്നെ നിർബന്ധിച്ച് ഏൽപ്പിച്ചു. നിങ്ങളുടെ നിർബന്ധ കാരണം ഞാനത് സൂക്ഷിച്ചും വെച്ചു. എന്നിട്ടത് കാണാതായി. അതെന്റെ തെറ്റാ, ഞാനത് സമ്മതിക്കുന്നു. പക്ഷെ അതിന്റെ പേരിൽ എന്റെ അച്ഛനെയോ അമ്മയോ അപമാനിക്കാൻ ശ്രമിച്ച അത് ഞാൻ സഹിക്കില്ല. നിങ്ങളെ ഏൽപ്പിച്ച മോതിരം സൂക്ഷിച്ച് തിരികെ തരാൻ എനിക്ക് പറ്റിയില്ല. മാപ്പ്. നിങ്ങളുടെ ഭാര്യ എന്ന പദവി എനിക്കൊരു ഭാരം തന്നെയാ. എന്നെ കൊണ്ട് അതിനൊന്നും കഴിയില്ല. ദയവ് ചെയ്ത് എന്നെ എന്റെ വഴിക്കൊന്ന് വിട്ടേക്ക് പ്ലീസ്. ഒരു കാര്യം നീ ഓർത്തോ, നിന്റെ കുടുംബത്തിന്റെ സുരക്ഷിതത്വം ഈ വിവാഹത്തിലാണ്. നീയും നിന്റെ കുടുംബവും ആരുടെ ഒന്നും മോഷ്ടിക്കില്ല എന്ന് എനിക്കറിയാം. പക്ഷേ ഇവിടുന്ന് ഒളിച്ചോടിയിട്ടല്ല അത് തെളിയിക്കേണ്ടത്. മുന്നിലുള്ള വെല്ലുവിളികളെ നേരിട്ടിട്ടാണ്. അമ്മേ, ഇവിടെ അകത്തേക്ക് കൂട്ടിക്കോളൂ. മോളെ, എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചെന്ന് ഈ അമ്മയ്ക്കറിയാം. പക്ഷെ അത് ഇവിടെ ഇപ്പോ തുറന്നു പറയാൻ അമ്മയ്ക്ക് പറ്റില്ല. ആ മോതിരം ഞങ്ങൾ ആരും എടുത്തിട്ടില്ലമ്മ. അറിയാം മോളെ, അമ്മയ്ക്ക് നല്ലതുപോലെ അറിയാം. നീയോ എന്റെ മോനോ ആഗ്രഹിച്ചതല്ല ഈ കല്യാണം. ഈശ്വരൻ തീരുമാനിച്ചതാ. ബാക്കിയെല്ലാം നിമിത്തങ്ങൾ മാത്രമാ. ആ മോതിരം മോളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടേണ്ടതും ഒരു നിമിത്തമാണ്. കാരണം അതൊരിക്കലും മോൾ DKയുടെ പേരിൽ അണിയിക്കാൻ പാടില്ല എന്നുള്ളത് ഈശ്വര നിശ്ചയം. വാ മോളെ, അമ്മയല്ലേ വിളിക്കുന്നത്. ഒരു കാര്യം അമ്മ മോൾക്ക് ഉറപ്പ് തരാം. ഇന്നു മുതൽ ഈ വീട്ടിൽ എല്ലാവർക്കും മേലെയായിരിക്കും മോളുടെ സ്ഥാനം. അശാലതെ, ആ മോതിരിക്കത മോളെ. മോനെ, നിനക്കൊരു കൂട്ടുണ്ടാവണം. എനിക്ക് പകരം നിന്റെ ജീവിതത്തിലേക്ക് ഒരു പെൺകുട്ടി വരണം. ദേവ, മോതിരം ഇട് മോളെ. ഈ അമ്മയ്ക്ക് ഇത് എന്തോറ്റി? ചേച്ചിക്ക് ഇപ്പൊ എന്നൊരു പുതുമ. ഇവളിപ്പോ പഴയ ജ്യോതിമോളല്ല, അമരാവതിയിലും മരുമകളാ. കോടീശ്വരനായ DKയുടെ ഭാര്യയാവാൻ പോകുന്നവൾ. നീ ഇങ്ങനെ അവളെ സ്നേഹിച്ച് കൊല്ലല്ലേ? ഒന്ന് പോ മനുഷ്യ. ഞാൻ ഇവളെ പെറ്റില്ലെന്നേ ഉള്ളൂ. സ്നേഹം കൊടുത്ത് വളർത്തിയത് ഞാനാ. ഒരു പോറ്റമ്മയുടെ ദുഃഖം നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവാനാ? ഭാഗ്യദേവതയാ നീ. നിന്റെ കയ്യിലാ ഇനി ഞങ്ങളുടെ ഒക്കെ ജീവിതം. ചടങ്ങ് എങ്ങനെയുണ്ടായിരുന്നു?
ഈശ്വരാനുഗ്രഹം കൊണ്ട് എല്ലാം ഭംഗിയായിട്ട് തന്നെ നടന്നു. നോക്കട്ടെ മോതിരം, നല്ല ഭംഗിയുണ്ട്. ഈ മോതിരത്തിനെ ഭംഗി മാത്രമല്ലുള്ളത്, അധികാരവും ഉണ്ട്. ഇവളെ ചേർത്ത് പിടിച്ച അമരാവതിയിൽ അമ്മ എന്താ പറഞ്ഞെന്ന് അറിയോ നിനക്ക്? എന്താ? ഇവളാണ് ഇനി അമരാവതിയിലെ അധികാരി എന്ന്. അയ്യോ അമ്മ മതി, ബോറാവുന്നുണ്ട്. ചേച്ചി വന്നേ, വാ. എല്ലാം തലകീഴായി മറിഞ്ഞു. ഇനി അവള് നമ്മുടെ അമ്മായിയമ്മയാ. എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല മായച്ചി. നമ്മുടെ മുന്നിൽ വെച്ചല്ലേ അമ്മ പറഞ്ഞത് അവളാ ഇവിടുത്തെ അധികാരിന്ന്. മായച്ചി എന്താ ഒന്നും പറയാത്തെ? മോതിരം മാറ്റം മാത്രമല്ലേ കഴിഞ്ഞുള്ളൂ, കല്യാണം ഇനി വരാനിരിക്കുന്നതല്ലേ ഉള്ളൂ. ആ മോതിരത്തിന്റെ കാര്യം ഇത്ര സിമ്പിൾ ആയി ചീറ്റി പോകുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അതാണ് നമ്മുടെ പ്ലാൻ ഒക്കെ തകർത്ത് കളഞ്ഞത്. ചിലതൊക്കെ ഇങ്ങനെയാ, നമ്മൾ എത്ര തടയാൻ ശ്രമിച്ചാലും അത് നടക്കില്ല. അവള് വരട്ടെ, അപ്പൊ കാണാം. നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടതായിരുന്നു. വിധിക്കപ്പെട്ട കാര്യങ്ങൾ വിധി പോലെ നടക്കൂ. ജ്യോതി അമ്മായിമ്മയായിട്ട് വരുന്നത് നിങ്ങൾ 3 പേർക്ക് ഇഷ്ടമല്ലെന്ന് എനിക്കറിയാം. അതിനുവേണ്ടി നിങ്ങൾ എന്തൊക്കെ പ്ലാൻ ചെയ്താലും എന്റെ ലിറ്റിൽ കണ്ണൻ അതൊക്കെ തകർത്ത് കളയും. ഞങ്ങൾ എന്ത് പ്ലാൻ ചെയ്തെന്ന് അമ്മ പറയുന്നേ? ഇതല്ലേ ജ്യോതിയുടെ വീട്ടിൽ നിന്ന് കളഞ്ഞുപോയ ആ മോതിരം. അമ്മയ്ക്ക് ഈ മോതിരം എവിടുന്ന് കിട്ടി? എനിക്ക് കിട്ടിയതേ ഇവിടെ ഈ വീട്ടിൽ നിന്നാ. ജ്യോതിയെ DK സൂക്ഷിക്കാൻ ഏൽപ്പിച്ച മോതിരം വീണ്ടും ഇവിടെ എങ്ങനെ വന്നു? നീ എന്തെങ്കിലും പറഞ്ഞോ? ഞാനൊന്നും പറഞ്ഞില്ല. ഈ കൊറോണ ഭയങ്കര സംഭവം എന്ന് പറയായിരുന്നു. ആ അത് സത്യവാടി. മനസമാധാനമായിട്ട് മനുഷ്യൻ എവിടെയെങ്കിലും പോവാൻ പറ്റുമോ? വലിയ വീട്ടിൽ നിന്ന് സംബന്ധം കൂടി കഴിഞ്ഞാ ചേച്ചിക്കിനി പണത്തിന് ഒരു ബുദ്ധിമുട്ട് വരത്തില്ലല്ലോ. വല്ലപ്പോഴും എന്നെയും കൂടെ ഒന്ന് സഹായിച്ചേക്കണേ ചേച്ചി. അത് പിന്നെ പറയാനുണ്ടോ? എന്റെ മോള് അമരാവതിയിലെ മഹാറാണിയായി കഴിഞ്ഞാ പിന്നെ ഞാൻ ആരാ? എടി മഹാറാണിയുടെ അമ്മ. അപ്പോ അമ്മ പറയും പോലൊക്കെ മകള് ചെയ്യും. എനിക്ക് വേണ്ടതൊക്കെ ഞാൻ അവിടുന്ന് അടിച്ചു മാറ്റും. കൂടെ നിന്നാ നിനക്കും വല്ലതും കിട്ടും. അവിടുന്ന് പരമാവധി ഞാൻ ഊറ്റിയെടുക്കും. മമ്മി, മമ്മി, ആ ഞാൻ കഴുകാനിട്ട തുണികൾ എവിടെ? ഞാൻ അവിടെ ഇട്ടിരുന്നതാ. മോളെ, അത് ഞാനെടുത്ത് ദേ കഴുകിയിട്ടേക്കുന്നു. അയ്യോ, അത് വേണ്ടായിരുന്നല്ലോ. ഇങ്ങെടുക്ക, ഞാൻ ബാക്കി ചെയ്തോളാം. അയ്യോ, ഇനി മോള് തുണിയൊന്നും കഴുകണ്ട, എല്ലാം മമ്മി കഴുകിത്തരാം. അല്ല ഞാൻ അമ്മേ, അമ്മയുടെ സോപ്പ് ഇച്ചിരി കൂടുന്നുണ്ട് കേട്ടോ. അതെന്താടി? എന്റെ മോളുടെ തുണി ഞാൻ കഴുകി കൊടുത്താൽ എന്താ? അയ്യോ, ഒരു കുഴപ്പമില്ല. ചെലപ്പോ അമ്മ ചേച്ചി തന്നെ അലക്കി വെളുപ്പിച്ചളയും. പെണ്ണെ, ഒരു ഒറ്റ വീക്ക് വെച്ച. അവളുടെ കാര്യം എനിക്ക് പറയാനുള്ളത്, നിനക്ക് അവളെ കല്യാണം കഴിക്കണം, പക്ഷേ ഭർത്താവായിട്ട് ജീവിക്കാൻ വയ്യ. നിന്നെ സ്നേഹിക്കുന്നോണ്ടല്ല, വെറുക്കുന്നോണ്ടാ നീ അവളെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത്. വെറുക്കുന്നവളെ കല്യാണം കഴിച്ചാൽ അവളെ പിന്നെ സ്നേഹിക്കേണ്ടി വരില്ലല്ലോ. അതല്ലേ നിന്റെ മനസ്സിലിരിപ്പ്? സുപ്രിയുടെ സ്ഥാനം നീ ഒരിക്കലും ജ്യോതിക്ക് കൊടുക്കില്ല. അതുകൊണ്ട് നിന്നെ വെറുക്കുന്നവളെ നീ ഇതിലേക്ക് വലിച്ചഴക്കുന്നു. കറക്റ്റ് അല്ലേ മൈസൺ? ഇതൊക്കെ അമ്മയ്ക്ക് എങ്ങനെ മനസ്സിലായി?
ഞാൻ നിന്നെ പ്രസവിച്ച അമ്മയായതുകൊണ്ട്. ഞാൻ നിഷേധിക്കുന്നില്ല. അമ്മ പറഞ്ഞൊക്കെ സത്യമാ. അല്ല മോനെ, സത്യം മറ്റൊന്നാ. നിയോഗങ്ങൾ നേരത്തെ എഴുതിപ്പെട്ടതാ. അത് എഴുതിയത് ഈശ്വരനാ. അത് തിരുത്താൻ നമ്മളെ കൊണ്ട് കഴിയില്ല. ഇല്ലെങ്കിൽ സുപ്രിയ മരിക്കുമായിരുന്നു. ഇത്രയും കാലം നീ മറ്റൊരു വിവാഹം കഴിക്കാതെ നിൽക്കുമായിരുന്നോ? മോനെ, ജ്യോതി നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതും ഈ മോതിരം അവള് നിന്റെ വിരലിൽ അണിയിച്ചതൊക്കെ ഈശ്വരന്റെ വിധിയാ. അമ്മ പറഞ്ഞ ഈ വിധിയിൽ എനിക്ക് വിശ്വാസമില്ല. സ്നേഹിക്കുന്നവരെ തമ്മിൽ അകറ്റുന്നതാണോ വിധിയുടെ നിയോഗം? മോനെ, ഒരാളുടെ ആയുസിന്റെ നീളം അളക്കാൻ നമുക്ക് കഴിയില്ല. സുപ്രിയക്ക് അത്രയും ആയുസുണ്ടായിരുന്നുള്ളൂ. അവളെ ദൈവം തിരികെ വിളിച്ചു. പക്ഷേ അപ്പോഴും നീ മനസ്സിലാക്കാത്ത പോയ ഒന്നുണ്ട്, സുപ്രിയയുടെ മനസ്സ്. അല്ല, അളിയൻ എന്താ ഞങ്ങളോട് പറയാനുള്ളത്? അത്യാവശ്യമായിട്ട് കാണണമെന്ന് ചിത്ര പറഞ്ഞുകൊണ്ടാ ഞങ്ങൾ വന്നത്. എനിക്ക് പറയാനുള്ളത് അവളെക്കുറിച്ചാ, ആ ജ്യോതിയെക്കുറിച്ചേ. എടാ, അവള് നമ്മുടെ കുടുംബത്തിൽ നിന്ന് ചേർന്നൊരു പെണ്ണല്ലളിയാ. ആ ബന്ധത്തിൽ ഞങ്ങൾക്കും താല്പര്യം ഉണ്ടായിട്ടല്ല. പക്ഷേ DKയുടെ തീരുമാനം അതാ. ഇനി അത് മാറ്റാൻ പറ്റില്ല. അളിയൻ അറിയാലോ, അമരാവതിയുടെ അവസാന വാക്ക് DKയുടേതാ. എല്ലാം തീരുമാനിച്ച സ്ഥിതിക്ക് ഇനി അതിനൊപ്പം നിൽക്കാനാ ഞങ്ങളുടെ തീരുമാനം. പേടി അല്ലേ? ആ വീട്ടിൽ അയാൾക്കുള്ള പോലത്തെ അവകാശം നിങ്ങൾക്കും ഇല്ലേ? നിങ്ങൾ എന്തിനയാളെ ഭയക്കണം? അല്ല, ആരായി DK? മോളെന്താ ഒരു സന്തോഷമില്ലാതെ ഇവിടെ വന്നിരിക്കുന്നത്? ഏയ്, അവക്കൊരു കുഴപ്പമില്ല. നിങ്ങളിങ്ങനെ ഓരോന്ന് ചോദിച്ച് എന്റെ മോളുടെ ഉള്ള സന്തോഷം കൂടെ കളയാതിരുന്നാ മതി, അല്ലേ മോളെ? എല്ലാം ഒരു സ്വപ്നം പോലെയാ നടന്നത്. ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ജ്യോതിമോളുടെ കല്യാണം കഴിഞ്ഞ ഉടൻ തന്നെ പ്രിയമോൾക്ക് ഒരു ചെറുക്കനെ കണ്ടുപിടിക്കണം. മോള് വേണം അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ. കല്യാണം കഴിഞ്ഞാ പിന്നെ ഭർത്താവിന്റെ താക്കോൽ ഭാര്യയുടെ കയ്യിലാ. അമരാവതിക്കാരുമായിട്ടുള്ള ബന്ധം നമ്മുടെ വീടിനും കൂടി ഗുണകരമാക്കുന്നത് മോളുടെ മിടുക്ക് പോലിരിക്കും. അമ്മയ്ക്ക് നാണാവുന്നില്ലേ ചേച്ചിയോട് ഇങ്ങനെയൊക്കെ പറയാൻ? ഉള്ള കാര്യം പറയുന്നതിന് ഞാനെന്തിനാ നാണിക്കുന്നേ? നിന്നോട് ആരെങ്കിലും ഇവിടെ അഭിപ്രായം ചോദിച്ചോ? ചോദിച്ചില്ലാന്ന് കരുതി എന്റെ അഭിപ്രായം എനിക്ക് പറയണ്ടേ? പ്രിയേ, എന്നെ ചൊല്ലി ഇവിടെ ആരും വഴക്ക് വേണ്ട. എനിക്ക് കല്യാണത്തിന് സമ്മതം. ഈ ബന്ധം കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലതേ വരൂ. അപ്പൊ ചേച്ചിക്കോ? ചേച്ചിയുടെ ജീവിതം സങ്കടത്തിലാക്കിയിട്ട് വേണോ ഇവിടെ ഉള്ളവർക്കൊക്കെ സന്തോഷിക്കാൻ? മോളെ, നിനക്ക് ഞങ്ങളോട് ദേഷ്യമുണ്ടോ? അയ്യോ, ഒരിക്കലും അല്ലച്ചാ. നിങ്ങൾ ആരും നിർബന്ധിച്ചിട്ടൊന്നും അല്ലല്ലോ ഞാൻ ഈ തീരുമാനം എടുത്തത്. അല്ല ജ്യോതിമോളെ, ആ മായ എന്തിനാ നിന്നെ കാണാൻ വന്നത്? ആ മുള്ളുമാല എന്തിനാ അവള് നിനക്ക് കൊണ്ടു തന്നത്? മെഹന്തി ദിവസം ഈ കല്യാണം മുടങ്ങുമെന്നറിയുമ്പോ അമ്മയ്ക്ക് ശരിക്കും ഭ്രാന്ത് പിടിക്കും. നിങ്ങൾ വല്ല പരിപാടിയും പ്ലാൻ ചെയ്യുന്നുണ്ടോ മരുമക്കളെ? എന്ത് പരിപാടി? അല്ല, കല്യാണത്തിന് അമ്മായിമ്മയ്ക്ക് കൊടുക്കാൻ സർപ്രൈസ് എന്തെങ്കിലും? ഒരു സർപ്രൈസ് ഉണ്ട്, സമയം വരട്ടെ. അല്ല, മായമോൾ എന്തെങ്കിലും പറഞ്ഞോ? അല്ല, നടക്കാൻ പോകുന്ന പൂരം നേരത്തെ പറയണ്ടല്ലോ, അത് കണ്ടറിയുന്നതല്ലേ നല്ലത്. പൂരം അമ്മയ്ക്ക് ജ്യോതിയെ പോലൊരു മരുമോളെ കിട്ടാൻ പോവല്ലേ? അതിനേക്കാളും വലിയ പൂരം വേറെ എന്തുണ്ട്? സന്തോഷപൂരം. അത് കറക്റ്റ്. ഐ ആം വെരി ഹാപ്പി. മെഹന്തി ഫംഗ്ഷനെ നമുക്ക് അടിച്ചു പൊളിക്കണം. കണ്ടില്ലേ ശ്രീരാമന് സീതയെ?
സുന്ദരി ജ്യോതിയും സുന്ദരൻ ഡീക്കയും ചേർന്നിരുന്നാൽ തിരുവോണം. സുന്ദരി ജ്യോതിയും സുന്ദരൻ ഡീക്കയും ചേർന്നിരുന്നാൽ തിരുവോണം. മോളെ പാല് കുടിക്കേ. അയ്യോ എനിക്ക് വേണ്ട മമ്മി. അയ്യോ അതൊന്നും പറഞ്ഞാ പറ്റില്ല. അവിടെ ചെന്ന് ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ട് ഇനി എപ്പോ വല്ലതും കഴിക്കാനാ? ഇത് കുടിച്ചിട്ട് പോയാ മതി. എനിക്ക് വേണ്ട മമ്മി. സത്യത്തിൽ ഇതൊക്കെ ഇവിടെ വെച്ച് നടത്തേണ്ട ചടങ്ങാ. പെണ്ണിന്റെ വീട്ടുകാർക്കും ചില കടമകളൊക്കെ ഇല്ലേ? നീ ഒറ്റ വരുത്തിയ അമരാവതിക്കാരുടെ ഇഷ്ടത്തിനൊക്കെ കൂട്ടുവെക്കുന്നത്. നിങ്ങളിപ്പോ എന്നെ കുറ്റപ്പെടുത്തുകയാണോ? അതുകൊണ്ടേ രൂപ എത്രയാ ലാഭം? ഇല്ലെങ്കിൽ കാണായിരുന്നു. ഇനി ഇതിന്റെ പേരിൽ നിങ്ങൾ തമ്മിൽ വഴക്ക് വേണ്ട. വഴക്കല്ല മോളെ, പണത്തിന് നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. ചടങ്ങുകൾ ഇവിടെ വെച്ച് നടത്താൻ നമ്മൾ കാശ് കടം വാങ്ങിക്കേണ്ടിയും വരും എന്ന് കരുതി ഒരച്ഛന്റെ കടമ ചെയ്യാൻ എനിക്ക് അവകാശമില്ലേ? ഇതിപ്പോ നാട്ടുകാരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞു മടുത്തു. നമുക്ക് വേണ്ടപ്പെട്ടവരാരെങ്കിലും വിളിക്കാനോ കൊണ്ടുപോകാനോ ഒക്കെ പറ്റിയോ? നാളെ അവരുടെയൊക്കെ പരാതി കേൾക്കണ്ടേ? നാട്ടുകാർ വരാത്തോണ്ട് എന്താ ചടങ്ങ് നടക്കില്ലേ? നാട്ടുകാർ മുഴുവൻ കൊറോണ പിടിച്ച് നടക്കുന്ന ഈ കാലത്ത് ഇങ്ങനെ ഗംഭീരമായിട്ട് ചടങ്ങ് നടത്താൻ പറ്റുന്ന തന്നെ ഭാഗ്യോ അല്ലേ മോളെ? ഈശ്വര, അവിടെ ചെന്നിട്ട് സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് ഇവർക്കാർക്കും അറിയില്ലല്ലോ. ഇന്നത്തെ ദിവസം എനിക്ക് എല്ലാവരെയും ദുഃഖിപ്പിക്കേണ്ടി വരും. മായ പറഞ്ഞത് അനുസരിച്ചേ പറ്റൂ, അല്ലാതെ വേറെ വഴിയില്ല. ഏയ്, അച്ഛൻ പറഞ്ഞത് കേട്ട് മോള് വിഷമിക്കണ്ട. സന്തോഷായിട്ടിരിക്കും. ചെക്കന്റെ വീട്ടുകാർ നടത്തിയാലും പെണ്ണിന്റെ വീട്ടുകാർ നടത്തിയാലും കല്യാണം വിധി പോലെ നടക്കൂ. ഭാഗ്യജാതകോ നിന്റേത്. സ്വപ്നം കാണാൻ കൂടി കഴിയാത്ത സൗഭാഗ്യം നിനക്ക് കൈവന്നത് അതുകൊണ്ടാ. അതോർത്ത് സന്തോഷിച്ചാ മാത്രം മതി. എല്ലാം മംഗളാവും. വാ, നമുക്കിറങ്ങാം. അമരാവതിയിലെ കെട്ടിലമ്മയാകാൻ വന്നിരിക്കുന്നു. DK ചതിച്ചവളെന്ന പേര് മാത്രമായിരിക്കും നിനക്ക് കിട്ടാൻ പോകുന്നത്. ഞാൻ പ്ലാൻ ചെയ്ത കളിക്കളത്തിലേക്കാ നീ ഇപ്പൊ വന്നു കയറിയത്. നീ തീർന്നു ജ്യോതി, തീർന്നു. നിങ്ങൾ എന്തെങ്കിലും കണ്ണി നോക്കി നിൽക്കുന്നേ? അമ്മായിമോൻ എന്തെങ്കിലുമൊക്കെ സംസാരിക്കേ. ഞങ്ങൾ അമ്മായിയമ്മയെ കണ്ട് അങ്ങനെ അങ്ങ് നിന്നുപോയതാ അമ്മേ. ഓ, വാ ചോദിക്കട്ടെ വിശേഷങ്ങൾ. ചെല്ലു മോളെ. അസലതൊക്കെ ഈ സാരി നന്നായിട്ട് ചേരുന്നുണ്ട് കേട്ടോ. അമ്മ സെലക്ട് ചെയ്ത് തന്നല്ലേ? അതെ, ഞാൻ തന്നെയാ. അധിക നേരം ഇവിടെ നിൽക്കരുത്. എത്രയും പെട്ടെന്ന് മുകളിലെത്തണം. എനിക്ക് നല്ല പേടിയുണ്ട്. ഞാൻ എന്ത് പറഞ്ഞ മുകളിലേക്ക് വരിക? എന്തെങ്കിലും പറഞ്ഞ് പോയേ പറ്റൂ. DK താഴേക്ക് വരുന്നതിന് മുമ്പ് വേണം. DK വന്നാ ഉടൻ തന്നെ ചടങ്ങുകൾ തുടങ്ങും. പിന്നെ നിനക്ക് ഇവിടെ നീ ജന്മത്തിൽ രക്ഷപ്പെടാൻ പറ്റില്ല.